സത്യം കണ്ടെത്താനാണ് ഞാൻ നടന്നത്. കണ്ണുകൾ കാട്ടിനകത്തേക്ക് തിരിഞ്ഞപ്പോൾ ഒരു പ്രകാശം, ഒരു വിളി പോലെ. രാത്രി ഭീതിജനകമായൊരു ശാന്തതയായിരുന്നു. എന്നാൽ ആ ശാന്തതയ്ക്കിടയിൽ എന്തോ ഒരു വിളി. അതൊരു പുസ്തകമായിരുന്നു. അതിൻ്റെ ഭാഷ എനിക്കറിയില്ല. അത് എഴുതിയത് മനുഷ്യർക്കല്ല, ഒരു ലോകത്തിനായി. ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ചിത്രങ്ങളൊക്കെ വളരെ ഭയാനകമായിരുന്നു. ഒരു നീളമുള്ള ഇരുണ്ട ജീവി, തീ പടരുന്ന പേജുകൾ, വളരെ വ്യത്യസ്തമായ കല്ലുകൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങളും. ആ പുസ്തകത്തിലൂടെ ആ പുസ്തകം നമ്മളോട് എന്തോ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവസാന പേജ് വളരെ ഭയാനകമായിരുന്നു. നമ്മുടെ സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത എന്തോ ഒരു ലോകം, അതിനെ വലയം ചെയ്യുന്ന എന്തോ ഒരു ജീവിയും. ഞാൻ ആ പുസ്തകത്തെ പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് തീരുമാനിച്ചു. ദിവസങ്ങളും മാസങ്ങളും അതിനായിട്ട് ചെലവഴിച്ചു. പുസ്തകത്തിലെ കോഡുകൾ മനസ്സിലാക്കാനായിട്ട് ഞാൻ ദിവസങ്ങളും മാസങ്ങളും ചെലവഴിച്ചെങ്കിലും എനിക്കതിൽ നിന്നും ഒരു തുമ്പ് പോലും ലഭിച്ചില്ല. ആ പുസ്തകത്തിലൂടെ നമ്മളോട് എന്തോ ചെയ്യാനായിട്ടാണ് പറയുന്നത്. എല്ലാ പേജുകളും കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് ഒരു ഗ്രീൻ ഐ. ആ ഒരു ഗ്രീൻ ഐയിൽ നമ്മളറിയാത്ത ഒരുപാട് സീക്രറ്റുകൾ ചുറ്റിപ്പറ്റിയിരിക്കുന്നുണ്ട്. ആ ഒരു ബുക്ക് നമ്മളോട് എങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞില്ല, എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ബുക്കിൽ പറഞ്ഞിട്ടുള്ള അവസാനത്തെ പേജിലാണ് നമ്മൾ ചെന്നെത്തേണ്ടത്. ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു ജീവി ഉണ്ടാവാനാണ് ചാൻസ് കൂടുതൽ. കഴിഞ്ഞ എപ്പിസോഡ് നമ്മുടെ ആർമറും ടൂൾസൊക്കെ OP ലെവൽ എൻചാൻറ്റ് ചെയ്തിട്ടുണ്ടായി. ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഗ്രീൻ ഐ ഉണ്ട്. ആ ഗ്രീൻ ഐ ഞാൻ വില്ലേജേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ട്. OP എൻചാൻറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡയമെൻഷനിലേക്ക് കൈയും വീശി ചെല്ലാനായിട്ട് സാധിക്കില്ല. ശരിയായിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ മരണം ഉറപ്പാണെന്ന് ആ ഒരു ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. നമ്മളിനി നേരിടാൻ പോകുന്ന ജീവിയെ എങ്ങനെ നേരിടാമെന്നുള്ള പ്രോപ്പർ പ്ലാനിങ് ഉണ്ടാക്കിയിട്ട് മാത്രമേ അങ്ങോട്ട് ചെല്ലാനായിട്ട് പാടുള്ളൂ. ഈ പുസ്തകത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ക്ലൂ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒരു ഫൈറ്റിൽ നമുക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും. ആ ഡയമെൻഷനിലേക്ക് പോകാനുള്ള ഗേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ബുക്കിൽ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിയേ പറ്റൂ. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പ്രിപ്പയർ ആവണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് പോർഷൻസ് ബ്രൂ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫാക്ടറി ഏരിയയിലേക്ക് പോകണം. അവിടെ ചെന്നിട്ട് നമുക്ക് കുറച്ച് പോർഷൻസ് ബ്രൂ ചെയ്യണം. സ്ട്രെങ്ത്ത്, സ്ലോ ഫാള്, പിന്നെ റീജനറേഷൻ, ഇങ്ങനത്തെ കുറച്ച് പോർഷൻസ് ആയിരിക്കും നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. ഈ കാണുന്ന വില്ലേജറാണ് നമുക്ക് ഗ്രീൻ ആയി വിറ്റത്. ഈ വില്ലേജറിൽ നിന്ന് എങ്ങനെയാണ് ഈ ഗ്രീൻ ആയി കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് നൈറ്റ് സർവൈവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഫാൻറ്റംസ് സ്പോൺ ആവും. ഫാൻറ്റംസിൽ നിന്ന് നമുക്ക് ഫാൻറ്റം മെംബ്രെയിൻ ഒപ്പിക്കണം. അത് നമുക്ക് പോർഷൻസിൽ ചില പോർഷൻസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുണ്ട്. ഇവിടെ കുറച്ച് ഫാൻറ്റംസ് ഇപ്പോഴേ സ്പോണായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരെ കൊന്നിട്ട് എങ്ങനെയെങ്കിലും ഫാൻറ്റം മെംബ്രെയിൻസ് ഒപ്പിക്കണം. സ്ലോ ഫാൾ പോർഷൻ ഉണ്ടാക്കാനായിട്ട് ഫാൻറ്റം മെംബ്രെയിനാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിനാണ് നമുക്ക് ഫാൻറ്റം മെംബ്രെയിൻ വേണ്ടത്. അത് സ്പോൺ ആവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സ്ട്രെങ്ത് പോർഷൻസ് ഉണ്ടാക്കാം. അതിനുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ സ്ട്രെങ്ത് പോർഷൻ നമുക്ക് ആ സമയം കൊണ്ട് ഉണ്ടാക്കാം. ആ സമയം കൊണ്ട് വേറെ കുറച്ച് ഫാൻറ്റം സ്പോൺ ആവാൻ നോക്കണം. സ്ട്രെങ്ത് പോർഷൻ ഉണ്ടാക്കണ മുമ്പ് തന്നെ നമുക്ക് ഓക്വേർഡ് പോർഷൻ ഉണ്ടാക്കണം. ഞാൻ കാര്യം വിട്ടുപോയി. ഓക്വേർഡ് പോർഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് സ്ട്രെങ്ത് പോർഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സ്ട്രെങ്ത് പോർഷൻ ബ്രൂ ആയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3 അതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടണം. അതിനായിട്ട് കുറച്ച് റെഡ് സ്റ്റോൺ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ കൂടും. ചിലതിലേക്ക് നമുക്ക് ഗ്ലോ സ്റ്റോൺ ഡസ്റ്റും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സ്ട്രെങ്ത്ത് 1, 2 ആവും. വീണ്ടും ഫാൻറ്റംസ് സ്പോണായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെ നമുക്ക് എങ്ങനെയും ഫാൻറ്റം മെമ്പറെ ഉപയോഗിക്കണം. ഇവർ നമുക്ക് ഫാൻറ്റം മെമ്പറും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓർണൊക്കെ നമുക്ക് ധാരാളമാണ്. 5 ഫാൻറ്റം മെമ്പറും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ലോ ഫാൾ ഉണ്ടാക്കണമെങ്കിൽ ഫാൻറ്റം മെമ്പറേയും വേണം. സ്ലോ ഫാൾ പോർഷൻസ് ബ്രൂ ആയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ഫോൾ ഡാമേജ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഗ്യാസ് ടിയർ ഓർമ്മ ഇരിക്കുന്നുണ്ട്. ഇത് വെച്ച് നമുക്കൊരു റീജനറേഷൻ പോർഷൻ ഉണ്ടാക്കണം. റീജനറേഷൻ പോർഷൻ ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും ആവശ്യമുള്ള എല്ലാ പോർഷൻസും ഞാൻ ബ്രൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗൈസ്, അങ്ങനെ പോസിറ്റീവായിട്ടുള്ള പോർഷൻസ് എല്ലാം ബ്രൂ ചെയ്തിട്ടുണ്ട്. സ്ട്രെങ്ത്ത്, റീജനറേഷൻ, സ്ലോ ഫാൾ, അങ്ങനത്തെ പോസിറ്റീവ് പോർഷൻസ് എല്ലാം ബ്രൂ ചെയ്തിട്ടുണ്ട്. സ്ട്രെങ്ത്ത് തന്നെ 1 and 2 ആയിട്ട് തന്നെ ബ്രൂ ചെയ്തിട്ടുള്ളത്. ഒന്നിന് ഡ്യൂറേഷൻ കൂടുതലും മറ്റേത് പവർ കൂടുതലും. അങ്ങനെ രണ്ടെണ്ണമാണ് ഞാൻ ബ്രൂ ചെയ്തിട്ടുള്ളത്. ഞാൻ ആ ബുക്ക് വീണ്ടും വായിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വീണ്ടും ഒരു ക്ലൂ കൂടെ ലഭിച്ചു. അടുത്ത ഡയമെൻഷനിലേക്ക് പോകാനുള്ള ഗേറ്റ് വേക്കുള്ള വഴി പറഞ്ഞിരുന്ന ഒരു ക്ലൂ ആയിരുന്നു അത്. ഗ്രീൻ ഐയും ബ്ലേസ് പൗഡറും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഐ ഓഫ് എൻഡർ കിട്ടുന്നത്. ഐ ഓഫ് എൻഡർ ആണ് നമുക്ക് അടുത്ത ഡയമെൻഷനിലേക്ക് പോകാനുള്ള ഗേറ്റ് വേയിലേക്കുള്ള വഴി കാണിക്കുന്നത്. ഞാൻ ഐ ഓഫ് എൻഡർ കാണിക്കുന്ന ദിശയിലേക്ക് പോവുകയാണ്. ആ ദിശയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റ് വേയിലേക്കുള്ള വഴിയിലേക്ക് എത്താം. ഞാൻ അതുകൊണ്ട് ഒരു ബോട്ട് എടുത്ത് ഐ ഓഫ് എൻഡർ കാണിക്കുന്ന വഴിയിലേക്ക് പോവുകയാണ്. ഐ ഓഫ് എൻഡർ എന്നെ ഇവിടം വരെ കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ട്. ഈ മല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ ഒരിക്കൽ ഈ മലേൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളതാണ്. ഞാനങ്ങനെ ഒരുപാട് ഓടി ഇപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്. നൈറ്റ് ആയതുകൊണ്ട് തന്നെ അടുത്തൊരു വില്ലേജ് കണ്ടിട്ടുണ്ട്. വില്ലേജ് കണ്ടുകൊണ്ട് തന്നെ ഒരു ദിവസം അവിടെ തങ്ങിയിട്ട് പിറ്റേ ദിവസം തൊട്ട് നമുക്ക് നമ്മുടെ ജേണി കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ കരുതി. ഞാൻ വീണ്ടും ഐ ഓഫ് എൻഡർ കാണിക്കുന്ന ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ ഓഫ് എൻഡർ നമ്മൾ വന്ന ദിശയിലേക്ക് തന്നെ വീണ്ടും കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഗേറ്റ് വേൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുള്ള സൂചനയാണത്. ഗൈസ്, ഇപ്പോൾ ഈ ഭാഗത്താണ് ഇപ്പോൾ ഐ ഓഫ് എൻഡർ ചെന്ന് എത്തുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗേറ്റ് വേയിലേക്ക് എത്താം.
നമ്മൾ അടുത്ത ഡയമെൻഷനിലേക്ക് പോകാനുള്ള ഗേറ്റ് വേയിലേക്കുള്ള വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഇതിൻ്റെ അകത്ത് ആ ഒരു ഫ്രെയിം കണ്ടുപിടിക്കണം. ആദ്യം ബുക്കിൽ കണ്ട ഫ്രെയിം കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരുപാട് ദൂരം ഈ ഒരു സ്ഥലത്ത് നടക്കേണ്ടി വരും. ആ ഒരു ഫ്രെയിം എങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കണം. ഗായ്സ്, അങ്ങനെ ആ ഫ്രെയിമിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഫ്രെയിം തന്നെയാണ് നമ്മുടെ ആ ബുക്കിൽ കാണിച്ചിട്ടുണ്ടായത്. ഈ ഫ്രെയിമിനകത്ത് നമ്മൾ IF എൻട്രി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഡയമെൻഷനിലേക്ക് പോകാനുള്ള പോർട്ടൽ ഓപ്പൺ ആവും. നമ്മളിനി എങ്ങാനും നേരിടാൻ പോണ മരണത്തിനാണെങ്കിൽ അവസാനമായിട്ട് ഉറങ്ങിയിട്ട് വരിക്കാം. വേഗം നമുക്ക് IF എൻട്രി ക്രാഫ്റ്റ് ചെയ്തിട്ട് ആ ഒരു പോർട്ടലിനകത്ത് വെച്ചിട്ട് പോർട്ടൽ ഓണാക്കാം. പോർട്ടൽ ഓണാക്കിയിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് പ്രിപ്പറേഷൻ. ഈ ഒരു പ്രിപ്പറേഷനിൽ നമുക്ക് എല്ലാ പോർഷൻസും നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാം. ടോട്ടംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പോർട്ടലിലേക്ക് ചാടാം. കൊണ്ടുവന്ന എല്ലാ പോർഷൻസും നമുക്കെടുത്ത് കുടിച്ചേക്കാം. സ്ട്രെങ്ത്തിൻ്റെ ഏറ്റവും ഡ്യൂറബിലിറ്റി കൂടി നിങ്ങൾ എടുക്കാം. അങ്ങനെ ആ ഒരു പോർട്ടലിലേക്ക് ചാടാനുള്ള സമയമായിരിക്കുന്നു. ഗായ്സ്, നമ്മളിതാ എൻഡ് ഡയമെൻഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ കയറി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇതാണ് ആ ബുക്കിൽ കാണുന്ന പില്ലേഴ്സ്. ഇത് ഓർണം പോലും നിൽക്കാതെ എല്ലാം പൊടിച്ച് കളയണം. ഇതാണ് ആ ഡ്രാഗന് എനർജി കൊടുക്കുന്നത്. അത് ഓർണം പോലും നിൽക്കാതെ എല്ലാം പൊടിക്കണം. ഇതിൻ്റെ മണ്ടയ്ക്ക് തന്നെ എളുപ്പത്തിൽ എല്ലാം പൊട്ടിച്ച് കളയാൻ പറ്റും. ഇവിടെ ഓരോ നമുക്ക് പൊട്ടിക്കാൻ പറ്റും. അവിടെ ഒരു കേജ് ഉള്ളതാണ്. അങ്ങനത്തുള്ളതിന് നമുക്ക് വീഡിയോ വെച്ചിടാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. നമുക്ക് താഴേക്ക് ഇറങ്ങണം. എല്ലാം ക്രിസ്റ്റൽസും ഞാൻ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രാഗനെ കൂടെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ടുള്ളൂ. ബോ ഉപയോഗിച്ച് അവനെ കൊല്ലാൻ ശ്രമിക്കാം. അതാണ് എളുപ്പമുള്ള മാർഗം. ഡ്രാഗൻ്റെ പെർത്ത് കുറച്ച് കളക്ട് ചെയ്യണം. അത് ആവശ്യമുണ്ട്. ഡ്രാഗൻ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വെച്ച് ചുണ്ട് വെട്ടിയാൽ മതി. അവൻ്റെ ഹെൽത്ത് പൊക്കോളും. അവനെനിക്ക് തല കിട്ടിയില്ല. തലയിലേക്ക് എത്താനുള്ള സമയം എനിക്ക് തന്നില്ല. അതുകൊണ്ട് കാല് വെട്ടാൻ പറ്റുള്ളൂ. ഇനി ബോ ഉപയോഗിച്ച് തന്നെ വീണ്ടും വിടിയില്ല. ഡ്രാഗൻ്റെ ഹെൽത്ത് ഏകദേശം കുറയാറായിട്ടുണ്ട്. മിക്കവാറും ഇപ്പം തന്നെ അവൻ മരിക്കും. ഒരു വെടിയും കൂടെ കൊണ്ടാൽ മതി, അവൻ മരിക്കും. ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മൾ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രീ ദ എൻഡ് എന്ന് പറഞ്ഞ അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. കൊന്നതുകൊണ്ട് XPയും ഒരുപാട് കിട്ടിയിട്ടുണ്ട്. 60 അടുത്ത് XP നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഡ്രാഗൻ്റെ എഗ്ഗും കൂടെ കളക്ട് ചെയ്യണം. ഗായ്സ്, ഡ്രാഗൻ്റെ എഗ്ഗ് ഇവിടെയാണ് സ്പോൺ ആയിട്ടുള്ളത്. ഇനി ഇവിടെ നമുക്ക് ഡ്രാഗൻ്റെ എഗ്ഗും കൂടെ കളക്ട് ചെയ്യണം. ടോർച്ച് വെച്ചിട്ടാണ് ഡ്രാഗൻ്റെ എഗ്ഗ് കളക്ട് ചെയ്യേണ്ടത്. ഗായ്സ്, നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അച്ചീവ്മെൻറ്റും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു പോർട്ടൽ സ്പോൺ ആയിട്ടുണ്ട്. നമുക്ക് ഗ്രീനായി വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കണം. ഇത് എൻ്റെ തന്നെയുള്ള അടുത്ത ഐലൻഡിലേക്ക് പോകാനുള്ള പോർട്ടലാണ്. ഇവിടെ വന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സിറ്റി കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിട്ട് കുറച്ച് ലൂട്ട് ഒപ്പിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ നമ്മൾ സ്മോളായ സ്ഥലത്ത് നമുക്കൊരു സിറ്റി കണ്ടുപിടിക്കാൻ പറ്റി. അതുകൊണ്ട് ഇനി പോയി തപ്പേണ്ട കാര്യമില്ല. അവിടെ തന്നെ ബോട്ടും ഉണ്ട്. അത് വലിയൊരു കാര്യമാണ്. സിറ്റിയിൽ ഷൾക്കർ എന്ന് പറഞ്ഞൊരു മോബുണ്ട്. അവർ ഷൾക്കർ ഡ്രോപ്പ് ചെയ്യും. അത് വെച്ച് നമുക്ക് പുതിയ ടൈപ്പ് ചെസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചെസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റി കയറി റെയ്ഡ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്കൊരു വേറെ സാധനങ്ങൾ ഒപ്പിക്കാൻ പറ്റും. അതാണ് എലക്ട്ര. ഇത് ഇവിടെ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ നമ്മളെ പറപ്പിക്കും. ഇങ്ങനെ മുകളിലേക്ക് പറപ്പിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇവന്മാരുടെ ഒപ്പം ഫൈറ്റ് ചെയ്യാനായിട്ട്. അത് എത്ര വലിയ ഡാമേജൊന്നും തരില്ല. കാര്യം നമ്മുടെ അത്യാവശ്യം നല്ല OP ആർമറുള്ളതാണ്. ഇവന്മാരിങ്ങനെ എല്ലാത്തിനും ഡിഫീറ്റ് ചെയ്തിട്ട് നമുക്കതിൽ നിന്ന് ഷൾക്കേഴ്സ് ഒപ്പിക്കുകയും ചെയ്യണം. ആ ഒരു ബോട്ടിൽ പോയിട്ട് നമുക്ക് എലക്ട്രയും കൂടെ ഒപ്പിക്കണം. ഈ ഒരു ഭാഗത്ത് ഒരുപാട് ആൾക്കാർ സ്പോൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ മര്യാദക്ക് വെടിവെക്കാൻ പോലും പറ്റുന്നില്ല. ഈ സിറ്റിയിൽ അത്യാവശ്യം നല്ല ലൂട്ട് കിട്ടും. നമുക്ക് ഒരുപാട് ഡയമണ്ടൊക്കെ അങ്ങനെ ഒപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഡയമണ്ട് സ്വോർഡൊക്കെ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അത് നല്ല എൻജോയ്മെൻ്റ് ഉള്ളത് തന്നെയാണുള്ളത്. ഈ മുമ്പിൽ കാണുന്നതാണ് എലക്ട്ര വെച്ചിട്ടുള്ള ബോട്ട്. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് എലക്ട്ര എടുക്കണം. ഇത് ഗാർഡ് ചെയ്തുകൊണ്ട് 2 ഷൾക്കേഴ്സ് ഉണ്ടാവും. അവന്മാരെ കൊന്നിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇതാണ് ഷൾക്കേഴ്സ്. ഇവന്മാരെ കൊല്ലണം. എന്നിട്ട് നമുക്ക് ആ എലക്ട്ര എടുക്കണം. ഗൈസ്, അങ്ങനെ ഫൈനലി നമുക്ക് നമ്മുടെ കയ്യിലേക്ക് എലക്ട്ര കിട്ടാനായിട്ട് പോവാണ്. ഇവിടെ ചെസ്റ്റിനകത്തും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൂട്ടിരിക്കുന്നുണ്ട്. നമുക്ക് എലക്ട്ര എടുത്തിട്ട് തിരിച്ച് പോവാം.
ഗൈസ് അതിൻ്റെ അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, എലൈറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പറന്ന് നടക്കാം ഗൈസ്. ഇവിടെ ഒരു ഡ്രാഗൻ്റെ ഹെഡും കൂടെ ഉണ്ട്, അതും കൂടെ എടുക്കണം. ഇതെടുക്കാൻ മറക്കരുത്. ഇതെവിടെ ഇരിക്കണമെന്നുള്ള കറക്റ്റ് ലൊക്കേഷൻ എനിക്കറിയില്ല. ഇതിൻ്റെ അടിയിലാണ്, അപ്പോൾ അതും കൂടെ എടുക്കണം. അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നമുക്ക് ഡ്രാഗൻ്റെ ഹെഡും കൂടെ എടുക്കണം. ഡ്രാഗൻ്റെ ഹെഡ് ഇവിടെ നമുക്ക് പൊളിച്ചെടുക്കാം. നമ്മുടെ കൈ കിട്ടിയില്ല, എൻ്റെ ഇൻവെൻട്രി ഫുള്ളാന്ന് തോന്നുന്നു. അത് താഴേക്ക് ചാടിപ്പോയല്ലോ. ഇനി നമുക്ക് താഴെ ഇറങ്ങി എടുക്കേണ്ടി വരും. ഇവിടെ നമുക്ക് കുറച്ചും കൂടെ റൂമുകൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ ഇച്ചിരി കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഷൾക്കറിൻ്റെ ആ ഒരു സാധനം കുറച്ചും കൂടെ നോക്കിക്കണം. ഇവിടെ 2-3 റൂമും കൂടെ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. 2-3 അതിൽ കൂടുതലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് കുറച്ചും കൂടെ ഷൾക്കറും കൂടെ നോക്കിക്കണം, വേറെ കുറച്ച് ലൂട്ടും കൂടെ. ഗൈസ് അങ്ങനെ ഞാൻ ഈ ഒരു എൻസിറ്റിയിലുള്ള എല്ലാ ഭാഗവും റീഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 12 ഷൾക്കേഴ്സ് കിട്ടിയിട്ടുണ്ട്. 12 ഷൾക്കറിൻ്റെ എന്തോ കിട്ടിയിട്ടുണ്ട്. അത് ചെസ്റ്റ് വെച്ച് ക്രാഫ്റ്റ് ചെയ്യുമ്പോഴാണ് ഷൾക്കർ ബോക്സ് ആണത്. അത് നമുക്ക് ബേസിൽ പോയിട്ട് ക്രാഫ്റ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ മെയിൻ ലൈനിലാണ്. ഇവിടെ നിന്ന് നമുക്ക് തിരിച്ച് ബേസിലേക്ക് പോകാനുള്ള വഴിയുള്ളത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബേസിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ ഒരു എൻഡ് സ്ക്രീൻ കാണാനുള്ള ചാൻസ് ഉണ്ട്, അത് നമുക്ക് സ്കിപ്പ് ചെയ്യണം. ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി ബേസിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഫൈനലി എൻഡ് എന്ന് പറഞ്ഞ പുതിയ ഡയമെൻഷനിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെയുള്ള ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്തു. അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്ന ലൂട്ട് നമ്മൾ കളക്ട് ചെയ്തു. ഇതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ കുറച്ച് ലൂട്ട്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ലൂട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ബാക്കി കുറച്ച് ചവറുകളും കിട്ടിയിട്ടുണ്ട്, പിന്നെ ഷൾക്കറും കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എലൈട്ര. ഇത് പറപ്പിക്കണമെങ്കിൽ നമുക്ക് റോക്കറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടെ ക്രാഫ്റ്റ് ചെയ്യണം. അത് ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് പറപ്പിക്കാം. പറന്ന് നമുക്ക് ബേസിലൂടെ ഒക്കെ നടക്കാൻ പറ്റും. അപ്പോൾ അതിനെ കുറച്ച് ഫയർ വർക്ക് ക്രാഫ്റ്റ് ചെയ്യണം. അതിനായിട്ട് കുറച്ച് ഗൺ പൗഡർ വേണം. ഗൺ പൗഡർ എൻ്റെ ഉണ്ട്. ഞാനങ്ങനെ കുറച്ച് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നോർമൽ ഫയർ വർക്കാണ്. ഇതിട്ടിങ്ങനെ പറക്കാൻ പറ്റും ഗൈസ്. ഇത് നമുക്കിനി പെട്ടെന്ന് ഫാക്ടറിയിലേക്കും നമ്മുടെ XP ഫാമിലേക്കൊക്കെ പെട്ടെന്ന് പറന്നു പോകാൻ പറ്റും. ഈ എലൈറ്റർ വഴി ലാൻഡ് ചെയ്യാൻ കുറച്ച് പാടാണ്. അത് ഇച്ചിരി പ്രാക്ടീസ് വേണം. അത് നമുക്ക് പിന്നീടൊക്കെ പ്രാക്ടീസ് ചെയ്യാം. ഗൈസ് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗൈസ് മൈൻക്രാഫ്റ്റിൽ ഞാൻ എൻഡിൽ പോയിട്ട് ഡ്രാഗനെ ബീറ്റ് ചെയ്യണത്. അതൊരു ചീറ്റ് പോലും ഇല്ലാതെ ഫസ്റ്റ് ടൈമാണ്. അത് മാത്രമല്ല ഫസ്റ്റ് ടൈം തന്നെയാണ് ആ ഒരു എൻസിറ്റിയിലേക്ക് കയറിയിട്ട് എലൈറ്റർ എടുക്കുന്നതും, അത് ഒരു ചീറ്റ് പോലും ഇല്ലാതെ. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇപ്പോൾ എല്ലാവർക്കും ബൈ.